എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശരത് രാജീവ്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്നാണ് BAMS പൂർത്തിയാക്കിയത്. 2024 ഓൾ ഇന്ത്യ ആയുഷ് PG എൻട്രൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 42 നേടാൻ സാധിച്ചിരുന്നു. ഇതിനുവേണ്ടി ഞാൻ കോച്ചിങ് എടുത്തിട്ടുള്ളത് ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സ്റ്റഡീസിൽ നിന്നാണ്. ആദ്യം തന്നെ മെച്ചപ്പെട്ട ഒരു റാങ്കിലേക്ക് എത്തുന്ന രീതിയിൽ പരീക്ഷയെ നേരിടാനായി എന്നെ പ്രാപ്തനാക്കുകയും അതുപോലെ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കുകയും ചെയ്ത അധ്യാപകരോടും എൻ്റെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും എല്ലാ വിധത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ആയുഷ് PG എൻട്രൻസ് എക്സാമിനേഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ 5.5 വർഷം നീണ്ട BAMS കാലയളവിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുകളും പഠിച്ച് മറന്ന ടോപ്പിക്കുകളും അതുപോലെ പഠിക്കാതെ വിട്ട ഭാഗങ്ങളും എല്ലാം ഒന്നുകൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കടന്നു പോകണം. അത് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും വീണ്ടും നന്നായി പഠിക്കണം. അത്തരത്തിൽ പഠിച്ച പ്രധാന ഭാഗങ്ങൾ AAPGT എന്ന നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ ടൈമിൽ കൃത്യമായി ഓർത്തെടുക്കുകയും ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണം. ഇത്തരത്തിൽ കഠിനമായിട്ടുള്ള ഈ പ്രോസസ്സിനെ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ചുകൊണ്ട് രസകരമായിട്ടുള്ള രീതിയിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലും എനിക്ക് നേരിടാൻ സാധിച്ചത് തീർച്ചയായും ദ്രോണയിൽ നിന്ന് ലഭിച്ച പരിശീലനം കൊണ്ട് മാത്രമാണ്. ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് മേന്മകൾ എടുത്തു കാണിക്കേണ്ടതുണ്ട്. ഈ ചുരുങ്ങിയ സമയത്ത് അതെല്ലാം കൂടെ വിശദീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാനമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അതിൽ ഒന്നാമതായി പറയാനുള്ളതാണ് ദ്രോണയിലെ അധ്യാപകർ. ദ്രോണയിലെ അധ്യാപകർ നമുക്കൊരു ടോപ്പിക്ക് പഠിപ്പിച്ചു തരാൻ വരുമ്പോൾ 100% സിൻസിയർ ആയിട്ടാണ് അവർ നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ആ ഭാഗങ്ങളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇനി വരും കാലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇത്തരത്തിൽ കൃത്യമായി വിശകലനം നടത്തിയതിന് ശേഷമുള്ള ഒരു അധ്യാപനമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പാഠഭാഗങ്ങളിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായി തന്നെ പഠിപ്പിക്കുന്ന സമയത്തോ പഠിപ്പിച്ചതിന് ശേഷമോ നമുക്കുണ്ടാകുന്ന ഏതൊരു സംശയവും നമുക്ക് അധ്യാപകരെ നേരിട്ട് തന്നെ ആ സംശയത്തെ കുറിച്ച് നമുക്ക് സമീപിക്കാം. അങ്ങനെ അവരതിന് പരിഹാരം കൃത്യമായി ഉണ്ടാക്കി തരികയും ചെയ്യും. അത്തരത്തിൽ ടോപ്പിക്കുകളിൽ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കുകയും കൃത്യമായ വിശകലനങ്ങൾ നടത്തുകയും ഏത് സമയത്തും നമുക്ക് സമീപിക്കുകയും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യാവുന്ന തരത്തിലുള്ള അധ്യാപകരുള്ളതാണ് ദ്രോണയുടെ ഏറ്റവും ഒന്നാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ദ്രോണയിൽ ഫോളോ ചെയ്യുന്ന പഠന രീതികളാണ്. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരുപാട് പാഠഭാഗങ്ങൾ ഒരുമിച്ച് ഓർത്തെടുക്കണം എന്നുള്ളത് കൊണ്ടും ചോദ്യങ്ങൾ MCQ രൂപത്തിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ടും വെറും ഒരു എഴുത്ത് പരീക്ഷയ്ക്ക് പഠിക്കുന്ന രീതിയിൽ പഠിച്ചാൽ ഒരുപക്ഷെ നമുക്ക് എൻട്രൻസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠന രീതി മാറ്റേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ ബുദ്ധിമുട്ടുകളെയെല്ലാം ലഘൂകരിക്കുന്ന തരത്തിലാണ് ദ്രോണയിൽ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങൾ പലതും ചെറിയ കോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പാട്ടുകൾ പോലെ പഠിക്കുന്നുണ്ട്, കഥകൾ പോലെ പഠിക്കുന്നുണ്ട്, മറ്റ് പടം വരച്ച് പഠിക്കുന്നുണ്ട്. അത്തരത്തിൽ പല തരത്തിലുള്ള ട്രിക്കുകളും എളുപ്പമാർഗ്ഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പഠനത്തെ രസകരമാക്കുകയും മുന്നേ പറഞ്ഞതുപോലെ MCQവിനെ എങ്ങനെ നേരിടണം എന്നുള്ള രീതിയിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ദ്രോണ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻട്രൻസ് എക്സാമിനെ നേരിടുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഒരുങ്ങാനായി സാധിക്കുന്നുണ്ട്. മൂന്നാമതായി ദ്രോണ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടുകളാണ്. ദ്രോണ നെക്ടർ നോട്ടുകളും അതോടൊപ്പം ദ്രോണയിൽ നിന്ന് ലഭിക്കുന്ന ലൈവ് ക്ലാസ്സുകളിലും നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ആയുഷ് എൻട്രൻസ് എക്സാമിന് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളുടെ ഏകദേശം 90% മുകളിൽ നമ്മൾ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ്രോണ നോട്ടുകൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ഓരോ വർഷവും കൃത്യമായ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. അതായത് കൂടുതൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത്ര പ്രധാനമല്ലാത്ത ചില ഭാഗങ്ങൾ അതിൽ നീക്കം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു നോട്ട് എന്ന് പറയുന്നത് ദ്രോണയിൽ നിന്ന് കിട്ടുന്ന വലിയൊരു പോസിറ്റീവാണ്. നാലാമതായിട്ട് പറയാനുള്ളത് ദ്രോണയുടെ പ്ലാനിങ് ആണ്. അതായത് ദ്രോണ ഒരു ബാച്ച് തുടങ്ങുമ്പോൾ കൃത്യമായി ഏതൊക്കെ ആഴ്ചകളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ പരീക്ഷകളാണ് നടത്തേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾ റിവിഷൻ സമയത്തേക്ക് എടുക്കുമ്പോൾ ഏത് തരത്തിലാണ് റിവിഷൻസ് നടക്കുന്നത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ചെറിയ ടോപ്പിക്ക് എന്നുള്ളിടത്ത് നിന്ന് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു റൗണ്ട് എല്ലാ ടോപ്പിക്കുകളും എത്തി കഴിയുമ്പോൾ പതുക്കെ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഒരു ടോപ്പിക് എന്നുള്ളതിന് പകരം 2 വിഷയങ്ങളാകാം, 3 വിഷയങ്ങളാകാം, അങ്ങനെ ഏതൊക്കെ വിഷയങ്ങളാണ് വരേണ്ടത്. അങ്ങനെ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനോട് കൂടിയാണ് ദ്രോണ മുമ്പോട്ട് പോകുന്നത്. ഈ പ്ലാനിങ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എൻട്രൻസ് പരീക്ഷ ആയിക്കോട്ടെ, മറ്റേത് പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കായിക ഇനം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും അതിന് നമ്മൾ എടുക്കുന്ന പരിശീലനം, ആ പരിശീലനത്തിൽ ഉണ്ടാകുന്ന അടുക്കും ചിട്ടയും അതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ പ്രോസസ്സിൽ നമ്മൾ എത്രത്തോളം കൃത്യമാണ് എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പം ദ്രോണ ഒരു ഇയറിലേക്ക് നടക്കുന്ന പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൃത്യമായ ചിട്ടയോടുകൂടിയും കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ടും കൃത്യമായി കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുമാണ്. അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ദ്രോണ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഒരു കോച്ചിങ് സെന്റർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കുമോ അതെല്ലാം ദ്രോണ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഇനി
ഈ ഒരു പഠനകാലത്ത് എനിക്ക് ഉപകാരപ്പെട്ടത് എന്ന് തോന്നിയ കുറച്ച് സ്ട്രാറ്റജീസ് കൂടി ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം തീർച്ചയായും കോഡുകൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ്. കോഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള ഗുണങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒരേ രീതിയിൽ പഠിച്ചാൽ ഓർത്തിരിക്കുകയോ അല്ലെങ്കിൽ എളുപ്പമുള്ളതായിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടേറിയ ടോപ്പിക്കുകളെ ലഘൂകരിക്കാൻ കോഡുകളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MCQയിലേക്ക് വരുമ്പം കൂടുതൽ സ്പീഡിൽ നമുക്ക് ഓരോ ഭാഗങ്ങളും പിക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ സ്പീഡിൽ ഓരോ പാഠഭാഗങ്ങളിലേക്കും പോകാനും ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരങ്ങൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തെടുക്കാനും നമുക്ക് കോഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും. അത്തരത്തിൽ കോഡുകൾ ഇടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, കോഡുകൾ നമ്മൾ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പരിചിതമായതും നമുക്ക് കൂടുതൽ എളുപ്പമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പഠിക്കേണ്ടതിനെ ബന്ധിപ്പിച്ച് വെക്കുക. ഒരുപക്ഷെ ഒരുപാട് സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ സിനിമകളുമായിട്ട് ബന്ധിപ്പിച്ച് വെക്കാം. പാട്ട് കേൾക്കുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പാട്ടുകളുമായി ബന്ധിപ്പിച്ച് വെക്കാം. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മൾ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങൾ, അങ്ങനെ അത്തരത്തിൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോഡുകൾ ഇടാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത്തരത്തിൽ ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു പാഠഭാഗം നമ്മൾ ആദ്യമായി പഠിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നോട്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റാരോടെങ്കിലും ചോദിച്ച് കിട്ടിയ അറിവുകളുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ ഏരിയകളും കവർ ചെയ്തായിരിക്കും ആദ്യമായി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭാഗം നമ്മൾ നോക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വേറെ ചില കണക്ഷൻസ് ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പമുള്ള ചില ബന്ധങ്ങൾ അത്തരത്തിലൊക്കെ ആദ്യ പഠനത്തിൽ നമുക്ക് കിട്ടും. ആ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഒരുപക്ഷെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നുപോയിരിക്കും. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മറന്നു പോകാതെ നമ്മൾ റെഫർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ വീണ്ടും റീകളക്ട് ചെയ്യാനായി ഇത്തരത്തിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സമയം കുറവുള്ളപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത ഓഡിയോ നമുക്ക് കേട്ട് അങ്ങനെയും പഠിക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂട്ടുകാരുമായിട്ടുള്ള കമ്പൈൻ സ്റ്റഡിയും ഡിസ്കഷൻസുമാണ്. അത്തരത്തിൽ കമ്പൈൻ സ്റ്റഡി നടത്തണം എന്ന് പറയുമ്പോൾ പലതരത്തിൽ അത് ചെയ്യാം. ഇപ്പോൾ ചിലർ 1-2 മണിക്കൂറോ നമ്മുടെ പഠിക്കുന്ന സുഹൃത്തുക്കളുമായി വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പഠിക്കുന്നവരുണ്ട്. ചിലർ ഈ തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മാത്രം കൂട്ടുകാരുമായി ജസ്റ്റ് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു, ആ തരത്തിൽ പഠിക്കുന്നവരുണ്ട്. അത് നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു കംഫർട്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തിന് എളുപ്പമുള്ളതായിരിക്കും. അപ്പം അത് നമ്മൾ സ്വന്തമായി പഠിക്കുന്നതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഡിസ്കഷൻസ് വെക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അടുത്തതായി പറയാനുള്ളത്, ലോങ് ടൈം ആയിട്ട് ചില ടോപ്പിക്കുകളെ നമുക്ക് ഇടാൻ പറ്റും. അതായത് PG എൻട്രൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലർക്കും എൻട്രൻസിന് നല്ല റാങ്ക് കിട്ടാതെ പോകുന്നത് ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ തെറ്റിപ്പോയത് കൊണ്ടോ അല്ല, ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ച് കുറച്ചെത്തി കഴിയുമ്പോൾ നമുക്ക് കുറേ പാഠഭാഗങ്ങളെ തരംതിരിച്ചെടുക്കാൻ കഴിയും. ഈ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് വിട്ടുകളയാൻ പറ്റില്ല, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മർമ്മം, മഹാകഷായം, ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ വരുമ്പോൾ അത് ഒരുപാടുണ്ട് എന്ന് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലോങ് ടൈം ആയിട്ട് അതിനെ പഠിക്കാൻ എടുക്കുക എന്നുള്ളത്. അതായത് മഹാകഷായം എടുക്കുകയാണെങ്കിൽ ഒരു മഹാകഷായം അല്ലെങ്കിൽ 2 മഹാകഷായം വെച്ച് ഒരു ദിവസം പഠിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ ടോപ്പിക്ക് കവർ ചെയ്തെടുക്കാം. അത്തരത്തിൽ ഒരു റൗണ്ട് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അത് തന്നെ റിവൈസ് ചെയ്ത് ഡെയിലി പോകാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്കിന് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അതിനപ്പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ ചെറിയ സമയം കൊടുത്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ ഡെയിലി വീണ്ടും റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതെന്തായാലും ഫൈനൽ എക്സാമിന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ എത്തിക്കാനാകും. അടുത്തതായി പറയാനുള്ളത്, എക്സാമുകൾ എഴുതി തന്നെ ശീലിക്കണം എന്നുള്ളതാണ്. അതായത് MCQ ടൈപ്പിലുള്ള ഇത്തരം ഒരു എക്സാമിനെ നേരിടുമ്പോൾ പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യത്തിന്, ആ പരീക്ഷയെ നേരിടാൻ പഠിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ടൈം മാനേജ്മെന്റ്, അതുപോലെ നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ശീലമാകണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ ശീലിക്കണം. നമ്മളൊരു ഗൈഡ് എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളത്, അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കിട്ടുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു എക്സാമിനെ നമ്മൾ നേരിടാൻ നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ സ്ഥിരമായി നമ്മൾ തുടക്കത്തിലെ പഠനം തുടങ്ങുന്ന സമയത്ത് തൊട്ടേ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ശീലിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ഒരുവിധം നമ്മൾ ഒരു റൗണ്ടെങ്കിലും എല്ലാ ഭാഗങ്ങളിലൂടെ എത്തിയതിനു ശേഷം നല്ല രീതിയിൽ കൃത്യമായി ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. അത് ഈ എൻട്രൻസിനെ നേരിടുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്.
ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓൾ ഇന്ത്യ ആയുഷ് PG എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെല്ലാത്തിനും ഉപരിയായി നിങ്ങൾ ദ്രോണയിൽ ചേർന്ന് പഠിക്കുമ്പോൾ ദ്രോണയിലെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുക, അതുപോലെ മുന്നോട്ട് പോവുക. 10 വർഷത്തിലേറെ 14-15 വർഷത്തോളമായി ഈ എൻട്രൻസ് ഫീൽഡിൽ കൃത്യമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കൃത്യമായ രീതിയിൽ വിജയം ഉണ്ടാക്കുന്ന, കൃത്യമായ റിസൾട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണോ അത് കൃത്യമായി പാലിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് കൃത്യമായി എടുക്കുക. തീർച്ചയായും എൻട്രൻസ് എക്സാമിനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടി ഈ ഒരു യാത്രയിൽ കൂടെ നിന്ന് എല്ലാ വിധത്തിലുള്ള സഹായം ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്.